വനത്തിൽ നിന്നും കണ്ടുകിട്ടിയ അസ്ഥികൂടം ഒരു കൊലപാതകത്തിൻ്റെ ശേഷിപ്പായതുകൊണ്ട് അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കുന്നു. അവർക്ക് അതിൻ്റെ രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ കഴിയുമോ? പ്രതികാരവും കുറ്റാന്വേഷണവും ഇഴചേരുന്ന ഉദ്വേഗജനകമായ നിമിഷങ്ങളാണ് ഇനി വരാനുള്ളത്. കൊലയാളി എന്ന ക്രൈം ത്രില്ലറിൻ്റെ 3-ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുടങ്ങാതെ കേൾക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഏവരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. 1,00,000-ലധികം വായനക്കാർ താൽപ്പര്യത്തോടെ വായിച്ചതും ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതുമായ രചന ഓഡിയോ രൂപത്തിൽ നിങ്ങളിലേക്കെത്തുന്നു. വാട്സാപ്പിലെ എമർജൻസി മെസ്സേജിൻ്റെ ടോൺ കേട്ടാണ് സൂപ്രണ്ട് ചിന്തയിൽ നിന്നും ഉണർന്നത്. കൊല്ലപ്പെട്ടയാളിൻ്റെ മുഖത്തിൻ്റെ ചിത്രം പുനർസൃഷ്ടിച്ചത് ഡോക്ടർ മാത്യു പോൾ അയച്ചതാണ് മെസ്സേജിൽ വന്നത്. അദ്ദേഹം അതൊന്ന് നോക്കിയതിന് ശേഷം സേവ് ചെയ്തു. കേസ് അന്വേഷണത്തിനായി SP റാംജിത്ത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. മുഴുവൻ സമയവും ഈ കേസിൻ്റെ പിന്നാലെ തന്നെ അന്വേഷണവുമായി പോയെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂ. യഥാർത്ഥ പ്രതികളെക്കുറിച്ചുള്ള രൂപം അങ്ങനെയേ ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് വിദഗ്ധനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ SIT രൂപീകരിക്കാൻ സൂപ്രണ്ടിനെ നിർബന്ധിതനാക്കിയത്. കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതിരുന്ന വിനീഷ് ചന്ദ്രൻ്റെയും ഭാര്യയുടെയും കൊലപാതകത്തിൻ്റെ അന്വേഷണം ഫലപ്രദമായി പൂർത്തീകരിച്ച് നിൽക്കുകയായിരുന്നു ജീവൻ ജോസും സംഘവും. ആ സമയത്താണ് ജീവൻ ജോസിനെ SP റാംജിത്ത് തൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേ ജീവൻ കണക്കാക്കി അടുത്ത ഡ്യൂട്ടി തരാനാണ് എന്ന്. ഒട്ടും സമയം കളയാതെ ജീവൻ ജോസ് റാംജിത്ത് സാറിൻ്റെ മുൻപിലെത്തി സല്യൂട്ട് ചെയ്തു. അയാളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് രാംജിത്ത് വേറെ ആരെയോ ഫോൺ ചെയ്യുകയായിരുന്നു. സംഭാഷണം തീർന്നപ്പോൾ റാംജിത്ത് ജീവൻ ജോസിനോട് പറഞ്ഞു തുടങ്ങി. നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. കരിങ്കുണ്ട് വനത്തിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തിയതിൻ്റെ വാർത്ത ജീവൻ അറിഞ്ഞു കാണുമല്ലോ. അതൊരു കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 10 വർഷം മുമ്പ് നടന്നതാണ് ആ കൊലപാതകം. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ എവിടെയും എത്തിയിട്ടില്ല. ആ കേസ് അന്വേഷണത്തിൻ്റെ ചുമതല നൽകാനാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കേട്ടിടത്തോളം കാര്യമായ പ്രതീക്ഷയൊന്നും ഇപ്പോൾ തോന്നുന്നില്ല. പക്ഷേ സംഭവത്തെപ്പറ്റി കേട്ടത് മാത്രമേ ഉള്ളല്ലോ. മറ്റ് വിവരങ്ങളെല്ലാം പിന്നാലെ അറിയാൻ പോകുന്നതല്ലേ. അന്വേഷണം ഏൽപ്പിച്ചാൽ പിന്നെ അത് ഭംഗിയായി നടത്താതിരിക്കാൻ കഴിയില്ലല്ലോ. തെളിയിക്കും എന്ന പ്രതീക്ഷയിലാണല്ലോ തന്നെ വിളിച്ച് ഈ കേസ് ഏൽപ്പിക്കുന്നത്. ജീവൻ എന്താണ് അഭിപ്രായമൊന്നും പറയാത്തത്? ഞാൻ പറഞ്ഞത് സ്വീകരിക്കുകയാണോ അതോ നിരാകരിക്കുകയാണോ? ഞാനത് സ്വീകരിക്കുന്നു സാർ. എന്നെ കഴിഞ്ഞ കേസിൽ അസിസ്റ്റ് ചെയ്ത ടീം അംഗങ്ങളെ ഞാൻ കൂടെ ചേർക്കുന്നതിൽ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? അതിൻ്റെയൊക്കെ അധികാരം നിനക്ക് തന്നെയാണ്. സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് നീ തീരുമാനിച്ചു കൊള്ളുക. അതായിരിക്കും കൂടുതൽ നല്ലത്. നേരത്തെ നിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്ക് മറ്റ് ഡ്യൂട്ടികളൊന്നും ഇതുവരെയും അസൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരെ തന്നെ കൂട്ടുന്നതിൽ ഒരു തടസ്സവുമില്ല. അങ്ങനെയെങ്കിൽ കേസിൻ്റെ ഡീറ്റെയിൽസ് സാറിൻ്റെ കൈവശമുള്ളതെല്ലാം എനിക്ക് കൈമാറിയാൽ മതി. ഞാൻ അതൊന്ന് വിശദമായി പഠിക്കട്ടെ. അന്നു തന്നെ റാംജിത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന വിവരങ്ങളെല്ലാം ജീവൻ ജോസിന് കൈമാറി. അതെല്ലാം കൊണ്ട് ജീവൻ തൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി. വൈകിട്ട് രഞ്ജിത്തിനോടും ജോസ് മാത്യുവിനോടും മഹേന്ദ്രനോടും ജീവൻ്റെ താമസ സ്ഥലത്തേക്ക് എത്താനാണ് പറഞ്ഞിരുന്നത്. കൃത്യസമയത്ത് തന്നെ അവർ 3 പേരും സ്ഥലത്ത് എത്തി. ഒരു കോംപ്ലിക്കേറ്റഡ് കേസിൻ്റെ അന്വേഷണമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ചാൽ അത് തീർച്ചയായും അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ കേസിലെ പ്രതികളെ ജീവനോടെ പിടിച്ചു കൊടുക്കാൻ കഴിയാത്തതിന് രാംജിത്ത് സാർ എന്തെങ്കിലും പരിഭവം പറഞ്ഞോ? അത് നമ്മൾ പരിശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ. അന്നത്തെ സംഭവത്തിൻ്റെ ശരി വിവരം സാറിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ
സാറിൻ്റെ പരിഭവമൊക്കെ തീർന്നു. അല്ലെങ്കിലും നിയമത്തിന് പകരം അവർ സ്വയം ശിക്ഷ നടപ്പിലാക്കിയാലും മതിയല്ലോ. കേസിൻ്റെ അതുവരെയും അറിഞ്ഞ വിവരങ്ങളും അത്രയും സമയം കൊണ്ട് കേസ് ഫയൽ പഠിച്ചതിൽ നിന്നുള്ള വിവരവും കൂട്ടുകാർക്ക് കൈമാറി. അപ്പോൾ രഞ്ജിത്തിൻ്റെ ചോദ്യം, ഒരു അസ്ഥികൂടമേ കിട്ടിയുള്ളൂ എന്നതുകൊണ്ട് മരണപ്പെട്ടത് ഒരാൾ മാത്രം ആകണമെന്ന് നിർബന്ധമില്ലല്ലോ. അവിടെ അടുത്തു നിന്ന് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇനിയും അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തുകൂടാ എന്നുണ്ടോ? അതൊക്കെ സംഭവിച്ചേക്കാം. അതൊക്കെ പിന്നീട് പറയാവുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ എന്താണേലും എല്ലാ സ്റ്റേഷനുകളിലേക്കും നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. 10 വർഷത്തിന് മുൻപ് ഈ ജില്ലയിൽ ചാർജ് ചെയ്ത മിസ്സിംഗ് കേസുകളുടെ കണക്ക് എടുക്കണം. അതിൽ നമുക്ക് എന്തെങ്കിലും കിട്ടിയേക്കാം. ഒരു ചിന്ന പ്രതീക്ഷ. അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ലഭിക്കാവുന്ന കാര്യമാണ്. സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് അത് ലഭിക്കും. പക്ഷേ കേസ് അന്വേഷണത്തിലേക്ക് നയിക്കുന്ന ലീഡ് കിട്ടണമെന്നില്ല. അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ പിന്നെയും വൈകി എന്നിരിക്കും. അതിൽ ഏതെങ്കിലും ഈ ഫോട്ടോയിലുള്ള ആളിൻ്റെ രൂപസാദൃശ്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും അറിയണം. അതായിരിക്കും നമ്മുടെ അന്വേഷണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. സ്കെലിട്ടൺ കണ്ടെടുത്ത സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുമായി നമുക്കൊന്ന് സംസാരിക്കണം. അയാളുടെ കയ്യിൽ എന്തോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒരു ഏലസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മിസ്സിംഗ് കേസുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവരെ മാത്രം നമ്മൾ ആദ്യം ശ്രദ്ധിച്ചാൽ മതിയാകും. ചിത്രവും കൂടി അയക്കുന്നതുകൊണ്ട് മിക്കവാറും അധികം താമസിക്കാതെ തന്നെ നമുക്കൊരു വിവരം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് ഇന്ന് തന്നെ സ്റ്റേഷനുകളിലേക്ക് അയക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം മഹേന്ദ്രൻ ഏറ്റെടുക്കണം. ഓക്കെ. അന്നു തന്നെ മഹേന്ദ്രൻ എല്ലാ സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് അയച്ചു. മലപ്പുറം ജില്ലയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും 10 വർഷത്തിന് ശേഷമുള്ള മിസ്സിംഗ് കേസുകളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വിവരങ്ങൾ കൈമാറി. അതിൻ്റെ മറുപടി സമയം പോലെ വരട്ടെ. നമുക്കിപ്പോൾ കരിങ്കുണ്ട് വനമേഖല ഉൾപ്പെടുന്ന മരകാവ് സ്റ്റേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടുത്തെ ഇൻസ്പെക്ടർ രവികുമാറുമായി ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഗുണം ലഭിച്ചെങ്കിലോ. അവർ അപ്പോൾ തന്നെ മരകാവ് സ്റ്റേഷനിലേക്ക് പോയി. ഇൻസ്പെക്ടർ രവികുമാർ വളരെ ഭവ്യതയോടെ തന്നെ ജീവൻ ജോസിനെയും സംഘത്തെയും സ്വീകരിച്ചു. അന്ന് അസ്ഥികൂടം കണ്ടെടുത്ത സ്ഥലവും സാഹചര്യങ്ങളും എല്ലാം അവരോടൊപ്പം പോയി വിശദമായി കാണിച്ചു കൊടുത്തു. തലയോട്ടിയും ഏലസും കണ്ടുകിട്ടിയ സ്ഥലവും കാട്ടിക്കൊടുത്തു. ഇതുവഴിയുള്ള ഈ റോഡ് നേരത്തെ മുതലേ ഉള്ളതാണോ? അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് ഉണ്ടായിരുന്നോ? ഈ റോഡ് വന്നിട്ട് 5 വർഷമാകുന്നതേ ഉള്ളൂ സാർ. ജീവൻ ജോസ് ചിന്താധീനനായി. അപ്പോൾ അന്ന് ഇവിടെ മൃതദേഹം കൊണ്ടുവന്ന് ഡംപ് ചെയ്തത് എങ്ങനെയായിരിക്കും? രവികുമാറിൻ്റെ ഫോണിലേക്ക് അപ്പോൾ ഒരു കോൾ വന്നു. എന്ത്? എപ്പോൾ? ഞെട്ടലോടെയായിരുന്നു രവികുമാറിൻ്റെ പ്രതികരണം. എന്തായിരിക്കും രവികുമാറിനെ ഞെട്ടിക്കാൻ മാത്രം പ്രാധാന്യമുള്ള ആ വാർത്ത? വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും കുറവുകളും കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. കുറച്ചായാലും മതി. കൂട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ തന്നെ വലിയ ഉപകാരം. നാളെ അടുത്ത ഭാഗവുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു.